പ്രിയമുള്ളവർ, ഒരാൾ പറഞ്ഞതാ, വളരെ അടുപ്പുള്ള ഒരാൾ. അവൻ്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ മാസം. കുറേ ആശംസകൾ മെസ്സേജുകളായി വരാൻ തുടങ്ങി. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ പ്രമുഖരായ ആളുകളുടെ മെസ്സേജുകൾ പോലും ഉണ്ട്. പക്ഷെ അവൻ പറയാണ്, ആ മെസ്സേജുകളുടെ കൂട്ടത്തിൽ അവൻ ഏറ്റവും സന്തോഷം കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജ്. അതേതായിരുന്നു എന്നറിയോ? അവൻ്റെ പഴയ പ്രണയിനിയുടെ മെസ്സേജായിരുന്നു. ആ മെസ്സേജ് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം വേറെ ഒരു മെസ്സേജ് കണ്ടപ്പോഴും ഉണ്ടായിട്ടില്ല. എന്നിട്ടും എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടും അവൻ അവൾക്ക് മാത്രം മറുപടി കൊടുത്തില്ല. അതിൻ്റെ കാരണം അവൻ പറഞ്ഞത് ആ സന്തോഷമായിരുന്നു. അതവൻ ആശങ്കയുണ്ടാക്കി. കാരണം അയാൾക്കൊരു റിപ്ലൈ കൊടുക്കുന്നതോടുകൂടി അവർ തമ്മിലുള്ള ഒരു ചാറ്റ് ആരംഭിക്കും. പഴയ പ്രണയം പൊടി തട്ടിയെടുക്കാൻ തുടങ്ങും. അതെനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കും. പക്ഷേ അതോടുകൂടി ഞാൻ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും, ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് വളരെ അടുപ്പുള്ള ആളുകളിൽ നിന്ന് ചിലതൊക്കെ ഞാനിങ്ങനെ മറച്ചു വെക്കാൻ തുടങ്ങും. എനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കുമെങ്കിലും അവൻ പറയാണ്, എനിക്ക് സന്തോഷം വർദ്ധിപ്പിക്കുമെങ്കിലും എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. എൻ്റേത് മാത്രമല്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളുടെ സമാധാനത്തെയും അത് ബാധിക്കാൻ തുടങ്ങും. ഒരു രഹസ്യബന്ധം ആരംഭിക്കുമ്പോൾ അതിലൊരുപാട് രസം കിട്ടും. പക്ഷെ അതോടുകൂടി എൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറാൻ തുടങ്ങും. അതുകൊണ്ടത് വേണ്ട. അത് ക്രൂവലാണ്. ചില ബന്ധങ്ങളൊക്കെ രഹസ്യമാക്കേണ്ടി വന്നേക്കാം. എല്ലാം മോശമാണോ? അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഏതെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ ബന്ധമെങ്കിൽ അത് ക്രൂവലാണ്, ക്രൂരമാണ്, അല്ലേ? ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വില്യം സ്മിത്ത് പറയുന്നുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണത്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷരസങ്ങളല്ല, പിന്നെയോ മനസ്സമാധാനമാണ്. സുഭാഷ് ചന്ദ്രൻ കുട്ടികൾക്ക് എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയുണ്ട്. അയൽക്കാരായ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കഥയാണ്. അപ്പുവിന് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട്. പല നിറങ്ങളിലുള്ള ഗോട്ടികളുടെ ഒരു കളക്ഷൻ. അമ്മുവിന് ഇതുപോലെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട്. പല നിറങ്ങളിലുള്ള വളപ്പൊട്ടുകളുടെ ഒരു ശേഖരം. ഇതൊരു ദിവസം അപ്പുവിന് കാണിച്ചു കൊടുത്തു അവൾ. കണ്ടതോടെ അപ്പുവിന് അതിനോട് വല്ലാത്ത കൗതുകം തോന്നി. അപ്പു ചോദിച്ചു, നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ? എൻ്റെ കയ്യിൽ ധാരാളം ഗോട്ടികളുണ്ട്, അതൊക്കെ നിനക്ക് തരാം. അമ്മുവിനൊരു സംശയമില്ല. അമ്മു ആ വളപ്പൊട്ടുകൾ മുഴുവനും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അതും കൊണ്ട് ഓടി വീട്ടിലേക്ക്. വീട്ടിലെത്തിയിട്ട് അവൻ്റെ ഗോട്ടികളൊക്കെ കയ്യിലെടുത്തു അമ്മുവിന് കൊടുക്കാൻ. പക്ഷെ അപ്പോഴാണ് അവൻ ആലോചിച്ചത്, ഇത് മുഴുവനും കൊടുക്കണോ? വേണ്ട, അമ്മുവിന് അറിയില്ലല്ലോ ഇതിൽ എത്ര ഗോട്ടികളുണ്ട് എന്ന്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഗോട്ടികൾ ഒക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയാണ് അവന് അമ്മുവിന് കൊണ്ടുപോയി കൊടുത്തത്. അമ്മുവിന് സന്തോഷമായി. പക്ഷെ അന്ന് രാത്രി അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? അമ്മുവും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ്. നല്ല വളപ്പൊട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ട് അത്ര നല്ലതല്ലാത്ത വളപ്പൊട്ടുകളായിരിക്കുമോ എനിക്ക് തന്നത് എന്ന ചിന്തയിൽ അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ അമ്മു സുഖമായിട്ട് ഉറങ്ങി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളപ്പൊട്ടുകൾ പോലും
ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്ത സന്തോഷത്തിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉറങ്ങി. ഇതാണ് കഥ. സ്നേഹത്തിൽ ഒരാൾ മറ്റേയാളെ പറ്റിക്കുമ്പോൾ ഈ പറ്റിക്കുന്നയാൾക്ക് സമാധാനം നഷ്ടപ്പെടും. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റേയാളും ചെയ്യുന്നുണ്ടാകുമോ എന്ന പേടിയായിരിക്കും. താൻ ചെയ്യുന്നത് മറ്റേയാളിൽ ആരോപിക്കാനും തുടങ്ങും. അത് ഇയാളുടെ കുറ്റബോധം കൊണ്ടാണ്. പറ്റിക്കപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അത് മനുഷ്യൻ്റേത് മാത്രമായിട്ടുള്ളൊരു അവസ്ഥയുമാണ്. എത്രമേൽ ഗാഢമായി നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും സൂത്രത്തിൽ പറ്റിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ബന്ധങ്ങളിൽ, അത് വിവാഹമായിരുന്നാലും സൗഹൃദമായിരുന്നാലും അതിലൊക്കെ നമുക്ക് പിരിയാനുള്ള ഒരു അവസരമുണ്ട്. വേണമെങ്കിൽ പിരിയാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ പറ്റിക്കാനുള്ള സ്പേസ് ഇല്ല. ഒരു പെൺകുട്ടി കുട്ടിക്കാലം മുതൽ അവളുടെ മനസ്സിൽ വലിയൊരു രഹസ്യം കൊണ്ട് നടക്കുന്നുണ്ട്. വളരെ അടുപ്പമുള്ള ഒരാളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ, ആ സങ്കടമുള്ള ഓർമ്മകൾ ഒരു വലിയ കല്ലായി അവളുടെ മനസ്സിൽ അങ്ങനെ ബാക്കിയായി കിടക്കുന്നുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ പേടി, ഭർത്താവ് എങ്ങാനും ആ രഹസ്യം അറിഞ്ഞാൽ എന്താകും എൻ്റെ അവസ്ഥ? അദ്ദേഹം എന്നെ ഒഴിവാക്കുമോ? എൻ്റെ ജീവിതം തന്നെ അതോടുകൂടി പ്രശ്നത്തിലാകുമോ? ഇതൊക്കെയാണ് അവളുടെ പേടി. ആ പേടി ഏതുവരെ എത്തിയെന്നറിയോ? അവൾ രാത്രിയായാൽ ഉറങ്ങില്ല, ഉറങ്ങാതിരിക്കും. കാരണം അഥവാ ഉറങ്ങിപ്പോയാൽ അറിയാതെ എങ്ങാനും ആ രഹസ്യം ഉറക്കെ വിളിച്ചു പറയുമോ എന്നുള്ള പേടിയാണ്. അത് ഭർത്താവ് അറിയും, അത് തൻ്റെ ജീവിതത്തെ ബാധിക്കും എന്ന ആശങ്കയാണ്. ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവൾ ഒരു ഹീലറുടെ അടുത്തെത്തുന്നു. അയാളോട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. സങ്കടകരമായ ആ രഹസ്യവും വെളിപ്പെടുത്തുന്നു. ഹീലർ അവളെ പതുക്കെ പതുക്കെ സമാധാനത്തിലേക്ക് ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുവരികയാണ്. അതിനിടയ്ക്കൊരു ദിവസം അവളുടെ ഭർത്താവ് ഈ ഹീലറുടെ അടുത്തെത്തുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ശരിക്കും എൻ്റെ ഭാര്യയുടെ പ്രശ്നം? എന്താണ് അവളെ അലട്ടുന്ന പ്രശ്നം? ഹീലർ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഭാര്യയ്ക്ക് കുട്ടിക്കാലത്ത് ചില ദുഃഖകരമായ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടന്നാൽ അയാൾക്ക് സമാധാനമുള്ളൊരു മനസ്സുണ്ടാവും, എന്നാലേ അയാൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ഈ ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഈ ഭാര്യ വല്ലാതെ കരയുന്നുണ്ട്, വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. ആ സമയത്ത് ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? കുട്ടിക്കാലം മുതൽ നിന്നെ വേട്ടയാടുന്ന ചില ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളാണ് നിൻ്റെ പ്രശ്നം. ഇത് അയാൾ പറഞ്ഞതോടുകൂടി അവൾ നിയന്ത്രണമില്ലാതെ കരഞ്ഞു. വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. അവൾ ആ രഹസ്യം അയാളോട് വെളിപ്പെടുത്തി. നിങ്ങളെന്നെ ഒഴിവാക്കിയാലും നമ്മുടെ ജീവിതം തന്നെ ആകെ തകർന്നു പോയാലും കുഴപ്പമില്ല, എനിക്കിനിയും ഈ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അയാളോടെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേട്ട് അയാളും കരഞ്ഞു. ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് അവളങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞു, ഒരു കുഞ്ഞിനെ പോലെ. 2 ദിവസം അയാൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. അവളുടെ കൂടെ ഇരുന്നു, അവൾക്ക് ധൈര്യം കൊടുത്തു, ഒപ്പം കരഞ്ഞു, സമാധാനിപ്പിച്ചു. പിന്നെ ആ ഹീലറുടെ അടുത്ത് വന്ന് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്. അയാൾ പറഞ്ഞു, ഒരു നിമിഷം എന്നോട് ഈ സങ്കടങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഭാര്യയല്ല എന്നും അതെൻ്റെ മോളാണ് എന്നും എനിക്ക് തോന്നി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ മോൾക്കാണ് എന്നെനിക്ക് തോന്നി. ആ മോൾ എന്നോട് വന്ന് പറയുന്നത് പോലെ തോന്നി.
എൻ്റെ ചോദ്യം ഇതാണ്, എവിടെയോ വായിച്ചിട്ടുണ്ട്, ഈ മനസ്സില്ലേ, മനസ്സ് അതെന്തിനാണ്? എന്തിനാണ്? കൂടെയുള്ള മനുഷ്യനെ മനസ്സിലാക്കാനാണ്.